എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2025 PSC നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളുമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 115/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതാണ്? അപ്പോൾ ആദ്യമായിട്ട് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിലെത്തിയതിനു ശേഷം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ഒരു സമരമായിരുന്നു ഇത്. അഹമ്മദാബാദ് തുണിമിൽ സമരം എപ്പോഴായിരുന്നു? 1918 തുണിമിൽ തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസിനെ കുറിച്ച് ഒരു തർക്കമുണ്ടാവുകയും അങ്ങനെ ഗാന്ധിജി അവർക്ക് സപ്പോർട്ടായി നിന്നുകൊണ്ട് സമരം മുന്നോട്ട് നയിച്ചു. അതായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം. സ്വദേശി പ്രസ്ഥാനം എപ്പോഴായിരുന്നു? 1905 INCയുടെ നേതൃത്വത്തിൽ സ്വദേശി പ്രസ്ഥാനം നടത്തി. അപ്പം നമുക്കറിയാം 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു പ്രസ്താവനയാണ് അവിടെ തെറ്റായിട്ടുള്ളത്. സ്വദേശി പ്രസ്ഥാനമാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. അടുത്തതായി നിസ്സഹരണ പ്രസ്ഥാനം എപ്പോഴായിരുന്നു? 1920 ദേശീയ തലത്തിൽ ഗാന്ധിജി ഒരു ശ്രദ്ധ നേടിയ നേതാവായി മാറിയത് ആ ഒരു പ്രസ്ഥാനത്തിലൂടെയായിരുന്നു. ഇന്ത്യൻ വസ്തുക്കളെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക എന്ന ഒരു തത്വമായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനത്തിനുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം നൽകിയ സ്ഥലങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ കാൺപൂർ. നാനാ സാഹിബ് കാൺപൂർ തന്നെയായിരുന്നു നേതൃത്വം നൽകിയത്. അതാണ് കറക്റ്റ് ആൻസർ. അടുത്തതായി ബീഹാറിലെ ആര എന്ന സ്ഥലം ആരാണ്? കൻവർ സിംഗ് ആണ് ആരയിൽ നേതൃത്വം നൽകിയിരുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ വാജിദ് അലി ഷാ ആണ്. വാജിദ് അലി ഷാ എവിടെയായിരുന്നു? അവധിലായിരുന്നു. അടുത്തതായി ലക്നൗവിൽ ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹലാണ്. കൻവർ സിംഗ് നേരത്തെ പറഞ്ഞു ആരയിലായിരുന്നു. അടുത്തതായി ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. അയോധ്യയിലെ ലൈറ്റ് ഹൗസ് എന്നറിയപ്പെട്ടിരുന്ന നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. പിന്നെ അവിടെ ഷാമലിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. ഷാമൽ ബറൌട്ടായിരുന്നു. ബറൌട്ടിലെ നേതാവായിരുന്നു ഷാമൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. സത്യശോധക സമാജ് ജ്യോതിറാവു ഫൂലെ ശരിയായ ആൻസറാണ്. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു ശരിയാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയ്. അപ്പോൾ എല്ലാ ആൻസറുകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം ചൈനീസ് വിപ്ലവവുമായിട്ടാണ് ലോങ് മാർച്ച് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആരായിരുന്നു നേതൃത്വം നൽകിയത്? മാവോ സേതുങ്. 1934 വർഷവും ചോദിക്കാറുണ്ട്. അതുപോലെ ആരാണ് നേതൃത്വം നൽകിയതെന്നും ചോദിക്കാറുണ്ട്. രണ്ടും പഠിച്ചു വെക്കുക. 1934 മാവോ സേതുങ് ആയിരുന്നു നേതൃത്വം. അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തത്. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരായിരുന്നു? AK ഗോപാലനാണ് പട്ടിണി ജാഥ നയിച്ചത്. അപ്പോൾ അതിൻ്റെ വർഷവും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ എവിടെ നിന്ന് എവിടെ വരെ ആയിരുന്നു? കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്കായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ്? സഫ്രീന ലത്തീഫ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സഫ്രീന ലത്തീഫ് ഒരു കറണ്ട് അഫയേഴ്സ് ഫാക്റ്റാണിത്. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. ദിൽന കെ. അതുപോലെ രൂപ എ. നമ്മുടെ കോഴിക്കോട് സ്വദേശിയാണ് ദിൽന. INSV തരിണി എന്ന ആ ഒരു പായ്ക്കപ്പലിൽ ലോകം ചുറ്റിയതിൽ ശ്രദ്ധ നേടി. നാവിക് സാഗർ പരിക്രമ എന്നായിരുന്നു ആ ഒരു ഓപ്പറേഷൻ്റെ പേര്. ഗോവയിൽ നിന്നും മൗറീഷ്യസിലേക്കും അതുപോലെ അവിടെ നിന്ന് തിരിച്ചുമാണ് ഇവർ യാത്ര ചെയ്തത്. പായ്ക്കപ്പലിൽ സഞ്ചരിച്ച വനിതകളാണ്. കുറേ കറണ്ട് അഫയേഴ്സിൽ വളരെ പ്രാധാന്യമുള്ള 2 പേരാണ്. അതുപോലെ സജന സജീവൻ നമുക്കറിയാം ക്രിക്കറ്റ് താരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹവായ്, അതുപോലെ ഫ്രഞ്ച്, പോളിനേഷ്യ, സൊമോത്ത എന്നീ ദ്വീപ് സമൂഹങ്ങൾ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ശാന്തസമുദ്രം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ശാന്തസമുദ്രം അതായത് പസഫിക് സമുദ്രം. അപ്പോൾ ആ ഒരു പേരുകൾ ഹവായ്, ഫ്രഞ്ച്, പോളിനേഷ്യ, അതുപോലെ സൊമോത്ത. അത് ഇനി അടുത്ത ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് അടുത്ത എക്സാമിന് ഡിഫറെൻ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. സിംഗിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് സൊമോത്ത ദ്വീപ് ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അതുപോലെ ഫ്രഞ്ച്, പോളിനേഷ്യ. അപ്പോൾ ഓരോ ദ്വീപായിട്ട് വേണമെങ്കിൽ എടുത്ത് ചോദിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെ കാരണങ്ങൾ ശരിയായവ ഏതൊക്കെയാണ്? അപ്പോൾ ഇതിൽ ആൻസർ
ഉപരിതല ഫലകങ്ങളുടെ ചലനവും അതുപോലെ ദുർബലമായ ഫലക അതിരുകളുമാണ്. ഓപ്ഷൻ 2 ആൻഡ് 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ SCRTയിലെ പോയിൻ്റാണ്. സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല ഫലക ചലനങ്ങളിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സാൻ ആൻഡ്രിയാസ് ഒരു ഛേദക സീമയ്ക്ക് ഉദാഹരണങ്ങളാണ്. 3 തരത്തിലാണ് സീമകളുള്ളത്. അപ്പോൾ ഛേദക സീമയിൽ ഫലകങ്ങൾ പരസ്പരം ഉരഞ്ഞു നീങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാൻ ആൻഡ്രിയാസ് അതിനൊരു എക്സാമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഉപരിതല ഫലകങ്ങളുടെ ചലനം ഇതിന് കാരണമാകുന്നു. അതുപോലെ ദുർബലമായ ഫലക അതിരുകളാണ് ഇതിലൂടെ രൂപപ്പെടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭുവനാണ് കറക്റ്റ് ആൻസർ. 2009 ഭുവൻ ആരംഭിച്ചത്. ISROയും NCERTയും കൂടി സംയുക്തമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഭുവൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 NW5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബ്രാഹ്മണി മഹാനദി ഡെൽറ്റയാണ് ആൻസറായിട്ട് വരുന്നത്. കൊല്ലം കോട്ടപ്പുറം ഏതാണ്? ഇപ്പോൾ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. കൊല്ലം കോഴിക്കോടാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. NW3 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏക നാഷണൽ വാട്ടർവേ ആണ് ഇത്. സാദിയ ദുബ്രി വരുന്നത് NW2ലാണ്. ബ്രഹ്മപുത്ര നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സാദിയയെയും ദുബ്രിയെയും ബന്ധിപ്പിക്കുന്നു. ഗോദാവരി കൃഷ്ണ നദികളെ ബന്ധിപ്പിക്കുന്നത് NW4 ആണ്. അത് ആൻസറായിട്ട് വരുന്നത് കാക്കിനഡ പുതുച്ചേരിയാണ്. ആ 2 പ്രദേശങ്ങളെയാണ് ഈ ഗോദാവരി കൃഷ്ണ ഡെൽറ്റകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസിൻ്റെ അനലൈസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത 10 ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്